ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലേക്ക് പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവിടെ മത്സരിക്കുന്നു എന്ന വാഗ്വാദവുമായാണ് ഇപ്പോൾ ശിരോമണി അകാലിദൾ രംഗത്ത് വരുന്നത്. ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പറയാനുള്ള കാരണം ഏറെയാണ്. ഒന്നാമത്തെ കാര്യം, അവർ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തൂത്തെറിയപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ തവണ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഹർസിമ്രത് കൗർ ബാദൽ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അവരെ ചെറുതായിട്ടൊന്നുമല്ല ക്ഷീണിപ്പിച്ചത്. അത് തെറ്റായ തീരുമാനമായി പോയി എന്ന രീതിയിൽ ശിരോമണി അകാലിദളിലെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ പഞ്ചാബിൽ ശിരോമണി അകാലിദളിന് വോട്ട് കുറയും എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ അത്തരം ഒരു തീരുമാനമെടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയമാണ് ശിരോമണി അകാലിദളിന് സംഭവിച്ചത്. ഏറെ വർഷങ്ങളായി പ്രകാശ് സിംഗ് ബാദൽ ഭരിച്ചിരുന്ന ആ മേഖല, അത് ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം മിനിമം പ്രതിപക്ഷത്തേക്കെങ്കിലും എത്തേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. എന്നാൽ അതുപോലും എത്തിയില്ല. കോൺഗ്രസ് ആണ് ഈ നിലവിലെ മുഖ്യ പ്രതിപക്ഷം. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 2022 പ്രതിപക്ഷത്തായിരുന്ന ആം ആദ്മി പാർട്ടി അവിടെ ഭരണത്തിലേക്ക് വന്നു. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശിരോമണി അകാലിദളിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു ഘട്ടത്തിൽ പോലും ശിരോമണി അകാലിദളിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയപരമായി ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ള വലിയ രീതിയിലുള്ള ചിന്തയാണ് അവിടെ പ്രകാശ് സിംഗ് ബാദലിൻ്റെ മകൻ ചിന്തിക്കുന്നത്, അതായത് സുഖ്ബീർ സിംഗ് ബാദൽ. പക്ഷേ അത്തരത്തിൽ ഒരു ഹൈപ്പ് നേടാൻ ഇനി കഴിയില്ല. കൃത്യമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അത് ആം ആദ്മിയെ വലിയ തോതിൽ തന്നെ ആശ്വാസം നൽകുന്നൊരു വിഷയമാണ്. ആ കാര്യത്തിൽ സൗരവ് ഭരദ്വാജ് അടക്കമുള്ള, അശ്വതി അടക്കമുള്ള മന്ത്രിമാർ കോൺഗ്രസിനെ പ്രകീർത്തിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ നിലപാട് പഞ്ചാബിൽ വളരെ വ്യത്യസ്തമാണ്. കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് സാധ്യതയില്ല. കാരണം ഒറ്റയ്ക്ക് ജയിക്കാൻ കെൽപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസുമായി നീക്കുപോക്കിന് വേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അത്തരത്തിലും വേണം. കാരണം തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം അവിടുത്തെ ചില നേതാക്കളെങ്കിലും പറയുന്നുണ്ട്. അത്തരത്തിലേക്ക് വരുമോ കാര്യങ്ങൾ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.